എല്ലാവർക്കും റീബൗണ്ട് രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫ്രഷ് സ്ട്രോബെറി വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് കപ്പ് കേക്ക് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. നമ്മൾ സ്ട്രോബെറി വെച്ചിട്ട് ചെയ്യുന്നത് ഫ്രഷ് സ്ട്രോബെറി വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇനിയിപ്പോൾ സ്ട്രോബെറി അല്ലാന്നുണ്ടെങ്കിൽ ഏത് ഫ്രൂട്ട് വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് മുൻപ് പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുതേ. കാണുന്നതിന് കൂടുതൽ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഷുഗർ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 കപ്പ് ഷുഗറാണ് എടുക്കുന്നത്. അപ്പോൾ പൊടിച്ച് വരുമ്പോഴത്തേക്ക് ഏകദേശം നമുക്ക് ഒരു 3/4 കപ്പ് ഷുഗർ പൗഡർ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ 3/4 കപ്പ് മൈദയ്ക്കാണ് നമ്മൾ ഇത് ചെയ്യും എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 1/2 കപ്പ് ഷുഗർ ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു 3/4 കപ്പ് മൈദ നമുക്കൊന്ന് അരിച്ച് മാറ്റി കൊടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം 1/2 കപ്പ് ഇട്ടു, പിന്നെ ഒരു 1/4 കപ്പും കൂടി ഇട്ടിട്ട് ഇതുപോലെ നമുക്കൊന്ന് അരിച്ചെടുക്കണം. പിന്നെ ഒരു 3/4 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂടിയിട്ട് നമുക്കൊരു 3 തവണ അരിച്ച് നമുക്ക് മാറ്റി വയ്ക്കണം. അപ്പോൾ എന്തായാലും കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു അരിക്കൽ നിർബന്ധമാണ് കേട്ടോ. എന്നാലാണ് കേക്ക് നല്ല സോഫ്റ്റായിട്ട് വരുള്ളൂ. അങ്ങനെ ഞാനിപ്പം ഇത് ഒരു 3 തവണ അരിച്ച് ഇതുപോലെ അങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ആകെ നമുക്ക് മൈദയും ബേക്കിംഗ് പൗഡറും മാത്രമേ ഉള്ളൂ നമുക്ക് ഇതുപോലെ ഒന്ന് അരിച്ച് മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് 3 പ്രാവശ്യമായിട്ട് അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ക്ലിയർ ആയിട്ടുള്ളൊരു ബൗൾ, വെള്ളമൊന്നും ഇല്ലാത്ത നല്ലൊരു ബൗൾ എടുത്തിട്ട് നമുക്കതിനകത്തേക്ക് 3 എഗ്ഗിനെ ഒന്ന് വൈറ്റും യോക്കും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ എഗ്ഗിൻ്റെ യോക്ക് നമുക്ക് വേറൊരു ചെറിയൊരു ബൗളിനകത്തേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ആ വൈറ്റ് മാത്രം നമുക്ക് ഇതുപോലെ ഒന്ന് സെപ്പറേറ്റും കൂടെ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ 3 എഗ്ഗ് ഇല്ലെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഈ ഒരു ഞാൻ ഉണ്ടാക്കുന്ന ആ ഒരു മോൾഡിന് ഒരു 6 എണ്ണത്തിന് കണക്കാക്കിയിട്ട് നമുക്ക് ശരിക്കും ഒരു 2 എഗ്ഗ് വെച്ചിട്ട് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഇത് എനിക്ക് കുറച്ച് വേറൊരു കേക്കും കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഞാൻ ഇത്രയും കൂട്ടിയെടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് 2 എഗ്ഗ് ആണെന്നുണ്ടെങ്കിൽ മൈദയ്ക്കും ബേക്കിംഗ് പൗഡറിനും ഒക്കെ അളവിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരും. ഇനി നമുക്ക് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഷുഗർ പൗഡർ നമുക്ക് ചേർക്കാനുണ്ട്, പക്ഷേ ഈ ഒരു സമയത്തൊന്നും നമ്മളൊന്ന് ഇട്ട് കൊടുക്കരുത് കേട്ടോ. നമ്മൾ അതുപോലെ കുറച്ചൊന്ന് വൈറ്റ് കളറിലായി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ആ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവുള്ളൂ. അപ്പോൾ ഇതാ കുറച്ചൊന്ന് വൈറ്റ് കളറായിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇനി ഇതിനകത്തേക്ക് കുറച്ചായിട്ട് മാത്രമേ ഇട്ട് കൊടുക്കാവുള്ളൂ. അത് നമ്മൾ ഒറ്റയടിക്ക് അങ്ങോട്ട് കമത്തി കൊടുക്കരുത്. അതിൻ്റെ മുകളിലേക്ക് മെല്ലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാനേ പാടുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ആ പൊടിച്ച് വെച്ചേക്കുന്നതിനകത്തുനിന്ന് ഏകദേശം ഒരു പകുതി മാത്രം മതി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ബാക്കി നമുക്ക് ആ എഗ്ഗിൻ്റെ യോക്കിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. കാരണം നമ്മളിത് മൊത്തത്തിൽ ഇതിനകത്തേക്ക് ഇടുന്ന സമയത്ത് ചില സമയങ്ങളിൽ അങ്ങോട്ടേക്ക് കറക്റ്റ് ഇത് ആ ഒരു ഫ്ലഫ്നെസ് അങ്ങോട്ട് പോയി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പകുതി നമുക്ക് ഇതിനകത്ത് ചേർക്കാം, പകുതി നമുക്ക് എഗ്ഗിൻ്റെ യോക്കിനകത്ത് ചേർത്തിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഏതായാലും നല്ലപോലെ അങ്ങോട്ട് മിക്സ് ആയിക്കോളും. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു 2-3 തവണയായിട്ട് ആ ഒരു ഷുഗർ പൗഡറിൻ്റെ പകുതി മാത്രമായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല ആ ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ ഒക്കെ കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, അതേപോലെ നമുക്ക് ഈ ഒരു എഗ്ഗിൻ്റെ വൈറ്റ് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം ആയിട്ടുണ്ട് കേട്ടോ, നല്ല പോലെ തന്നെ ആയിട്ട് വന്നിട്ടുമുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ എഗ്ഗിൻ്റെ യോക്ക് നമ്മൾ ചെറിയൊരു ബൗളിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതിനകത്തേക്ക് നമുക്ക് എസൻസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് പൈനാപ്പിൾ എസൻസ് ആണ് കേട്ടോ. വാനില ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്തപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പൈനാപ്പിൾ എസൻസ് ആണ് കുറച്ചും കൂടെ നല്ലത്. ഇതുപോലെയുള്ള ഫ്ലേവറിൽ വരുന്ന കേക്കുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പൈനാപ്പിളിൻ്റെ എസൻസ് തന്നെയാണ് കേട്ടോ നല്ലത്. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ ബാക്കി എടുത്ത് വെച്ചിട്ടുള്ള ഷുഗറിൻ്റെ പൗഡർ ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇതിനകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് രണ്ടും കൂടെ കൂടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതായത് എസൻസും ആ ഒരു എഗ്ഗിൻ്റെ യോക്കും നമ്മുടെ ഷുഗർ പൗഡറും കൂടെ കൂടിയിട്ടുള്ളതാണ്. എന്നിട്ട് നല്ല പോലെ ആ ഒരു ഷുഗർ പൗഡർ ഇതിനകത്തേക്ക് നല്ല പോലെ ഒന്ന് മെൽറ്റായിട്ട് വന്നതിന് ശേഷം നമുക്ക് അതുവരെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു മിക്സ് നമ്മളുടെ ഈ ഒരു എഗ്ഗിൻ്റെ വൈറ്റിൻ്റെ മിക്സിനകത്തേക്ക് ഒരു 2 പ്രാവശ്യമായിട്ട് നമുക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് പതുക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങോട്ടിട്ട് നമുക്ക് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഫസ്റ്റിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതുപോലെ ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് ജസ്റ്റ് എല്ലാ ഭാഗത്തേക്കും ആക്കി ഒന്നങ്ങോട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഒഴിക്കാനുണ്ട്. ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അത് ഞാൻ ചെയ്യുന്നത് 200 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ്സ് ആണ് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. ഇനിയിപ്പോൾ ഗ്യാസ് സ്റ്റോപ്പിലാണെങ്കിൽ അതുപോലെ നമ്മളൊരു പാൻ എടുത്തിട്ട് അടുപ്പത്ത് വെക്കണം കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ബാക്കി 2ാമത്തെ ട്രിപ്പും കൂടെ നമുക്ക് ഇതുപോലെ ബാക്കിയുള്ള പോർഷൻ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതും കൂടെ നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ പതുക്കെ ജസ്റ്റ് ഒന്നിങ്ങോട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് ബീറ്റ് ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് ആ എല്ലാം കൂടെ കൂടിയിട്ടൊന്ന് മിക്സ് ആയാൽ മാത്രം മതി. അപ്പോൾ ഇതുപോലെ നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് ഓയിലാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. അപ്പം മണമില്ലാത്ത ഓയിൽ ഏതാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഒലിവ് ഓയിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, വെളിച്ചെണ്ണയൊന്നും ഉപയോഗിക്കാതിരുന്നാൽ മാത്രം മതി. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പാണ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. അതും നമ്മൾ എഗ്ഗിൻ്റെ യോക്കൊക്കെ ചേർത്ത് കൊടുത്ത പോലെ തന്നെ ഫസ്റ്റിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഒരുപാട് അങ്ങോട്ട് മിക്സ് ആക്കി അത് ആ ഒരു നമ്മുടെ എഗ്ഗിൻ്റെ വൈറ്റ് നല്ലപോലെ ഇങ്ങനെ നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ടല്ലോ, അതൊക്കെ കൂടെ അങ്ങോട്ട് താന്നു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്നങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതും ഫസ്റ്റിലിട്ടിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ, ഹൈ സ്പീഡിലൊന്നും ഇട്ടിട്ട് ചെയ്യരുത്. അപ്പോൾ നല്ലപോലെ ഇതുപോലെ ഒന്ന് പതുക്കെ നമുക്ക് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഈ ഒരു ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു സ്പാച്ചുല എടുത്തിട്ട് ആദ്യം തന്നെ നമുക്ക് ഇത് നല്ലതുപോലെ വീണ്ടും ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ എഗ്ഗിൻ്റെ വൈറ്റോ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സും കൂടെ ആകാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തും കൂടെ കൊടുക്കാം. ഇനി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അതായത് നമ്മുടെ മൈദയും ബേക്കിംഗ് പൗഡറും മാത്രമേ ഉള്ളൂ. അത് നമ്മൾ അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു 3 തവണ, അതാണ് നമ്മളിപ്പം ഇട്ട് കൊടുക്കുന്നത്. അതിതുപോലെ നമുക്ക് ആ ഒരു നമ്മൾ അരിപ്പയ്ക്കകത്തോട്ട് തന്നെ ഇട്ട് കൊടുക്കാം. അതാകുമ്പോഴാണ് കേട്ടോ കുറച്ചും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പം മൊത്തത്തിൽ ഒറ്റ തവണ ഇട്ട് കൊടുക്കരുത്. നമുക്കൊരു 3-4 പ്രാവശ്യമായിട്ട് ഇതുപോലെ പതുക്കെ വേണം നമുക്കിതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ആദ്യം കുറച്ചും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഒരു സെക്കൻഡ് ട്രിപ്പൊക്കെ നമുക്ക് ഇതുപോലെ ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഈ ഒരു ബാറ്റർ ഒന്ന് നല്ലപോലെ തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാലോ അല്ലെങ്കിൽ ഞാനിപ്പം നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ് ഇട്ട് ചേർത്ത് കൊടുത്തത്. അതെന്ന് വിചാരിച്ചിട്ട് കേക്കിന് ഒന്നും സംഭവിച്ചിട്ടില്ല, ഒരു പ്രശ്നമില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒന്നെങ്കിൽ പാല് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളം നമുക്ക് ഇതുപോലെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് എല്ലാം കൂടെ കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാനുള്ളതും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് പതുക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനതിപ്പോൾ വീഡിയോയ്ക്ക് ലെങ്ത്ത് കൂടണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പീഡിലിട്ടതാണ്. പക്ഷേ ഇതുപോലെ ഒന്നും ഇത്രയും സ്പീഡിലൊന്നും ചെയ്യരുത്. പതുക്കെ വേണം നമുക്ക് ഇതൊന്നും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നല്ലപോലെ ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ഒന്നും അല്ലെങ്കിൽ പാലോ ഒന്നും ചേർത്ത് കൊടുക്കണ്ട. ഇതുപോലെ നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്റർ തന്നെ വേണം കേട്ടോ. എന്നാലാണ് നമുക്ക് കേക്ക് പെട്ടെന്ന് തന്നെ ബേക്കായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മോൾഡും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതാണ് കേട്ടോ, കുറച്ച് സ്ട്രോബെറി ബാക്കിയുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് കഴുകി വൃത്തിയാക്കി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഇലയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ട്, ഇലയല്ല കേട്ടോ, ആ ഒരു തണ്ടിൻ്റെ സംഭവങ്ങളൊക്കെ ഒന്ന് കളഞ്ഞെടുത്ത് നല്ല കഴുകി വൃത്തിയാക്കി എടുക്കാം. എന്നിട്ട് നമുക്കിതിനെ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തും കൂടി എടുക്കാം. അപ്പോഴാണ് കേട്ടോ നമുക്ക് അതിൻ്റെ അടിയിൽ നമുക്ക് മോൾഡിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ബാക്കിയുള്ളത് നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുകയും ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതുപോലെ ചെറിയ മോൾഡിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇത് നമ്മുടെ അലുമിനിയത്തിൻ്റെ നമ്മുടെ സാധാരണ ബേക്കിംഗ് ട്രേ ഇല്ലേ, അതിൻ്റെ ചെറുത് നമ്മുടെ കപ്പ് കേക്കിൻ്റെ മോൾഡാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനിതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഓരോന്നിനകത്തും നമുക്ക് ഓരോ പീസ് മാത്രം വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ അടിയിലേക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ട്രേക്ക് ഞാൻ ഓൾറെഡി ഇതിൻ്റെ സൈഡിലൊന്ന് നമ്മുടെ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് മൈദ ഒന്ന് തട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ സൈഡിൽ കൂടെ മാത്രം ബട്ടർ പേപ്പർ ഒന്നും യൂസ് ചെയ്യാതെ തന്നെ സൈഡിൽ മാത്രമാണ് ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതുപോലെ ഓരോ സ്പൂണിനകത്ത് നമുക്ക് ഓരോ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് കോരി ഒഴിച്ചും കൂടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 3/4 ഭാഗം, മുക്കാലിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ, അത്രയും മാത്രം മതി നമുക്ക് ഇതിനകത്തേക്ക് ആക്കി കൊടുക്കാവുള്ളൂ. എന്നിട്ട് നമുക്ക് ഇതൊന്ന് നല്ലതുപോലെ ഇതൊന്ന് തട്ടി കൊടുക്കാം. ഇതുപോലെ ഒന്ന് തട്ടി കൊടുത്തതിന് ശേഷം അതിൻ്റെ എയർ ബബിൾസ് ഒക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ കുറച്ച് നമ്മുടെ ആ ഒരു സ്ട്രോബെറീൻ്റെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനകത്തേക്ക് വെച്ച് കൊടുത്തിട്ട് 180 ഡിഗ്രിയിൽ ഒരു 25 to 30 മിനിറ്റ്സ് ആകുമ്പോഴത്തേക്കും നമ്മുടെ കപ്പ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഒരു 25 to 30 മിനിറ്റ്സ് ആയപ്പോഴത്തേക്കും നമ്മുടെ കപ്പ് കേക്ക് നല്ല പോലെ പൊന്തിയൊക്കെ വന്ന് സൈഡൊക്കെ ഇങ്ങനെ നല്ലൊരു ഗോൾഡൻ കളറൊക്കെ ആയിട്ട്, ഒരുപാട് കളറൊന്നും മാറിയിട്ടോ ഒന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ഇത് ഒന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു കപ്പ് കേക്ക് ഉള്ളത്. അപ്പോൾ നല്ല അടിപൊളി ഒരു സ്മെല്ലാണ് കേട്ടോ ഇതിന്. ആ ഒരു സ്ട്രോബെറീൻ്റെ സ്മെല്ലും ആ ഒരു എസൻസിൻ്റെ സ്മെല്ലും ഒക്കെ കൂടെ കൂടുമ്പോൾ നല്ലൊരു സ്മെല്ല് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കിതിനൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നല്ലപോലെ ഒന്ന് തണുത്ത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു കത്തി വെച്ചിട്ട് ഇതുപോലെ സൈഡിൽ നിന്ന് ഒന്ന് വിട്ട് കൊടുക്കാം. കാരണം നമ്മൾ ഇതിനകത്തേക്ക് ബട്ടർ പേപ്പർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് മൈദ ഒന്ന് തട്ടി കൊടുത്തിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് ജസ്റ്റ് അതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് വിടിയിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് കമത്തിയിട്ടുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് ഇങ്ങോട്ട് പോകുന്നോളൂ. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിനകത്തേക്ക് ഇതുപോലെ ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ കിട്ടും കേട്ടോ. നല്ല കറക്റ്റായിട്ട് നമ്മളെന്താ പറയുക, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അടിപൊളിയായിട്ടുള്ളൊരു കപ്പ് കേക്കിനായിട്ട് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കും. ഇതിൻ്റെ ഉൾവശമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റുമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ ആ ഒരു ഫ്ലേവറും ഈ 2 ഫ്ലേവറും പൈനാപ്പിൾ എസൻസിൻ്റെ ആ ഒരു ഫ്ലേവറും സ്ട്രോബെറീൻ്റെ ഫ്ലേവറും ഒക്കെ കൂടെ വരുമ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയാനും മറക്കരുത് കേട്ടോ. പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.